അപ്പോൾ നടൻ സിദ്ദിഖിനെതിരെ കേസായിട്ടുണ്ട്. സിദ്ദിഖ് കുടുങ്ങുമോ? കേസെടുത്ത് പോലീസ്. നടിക്കെതിരായ അതിക്രമം, സിദ്ദിഖിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. യുവനടിയുടെ പരാതി നടൻ സിദ്ദിഖിനെതിരെ പോലീസ് കേസെടുത്തു. ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസുള്ളത്. മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കാനൊരുങ്ങി സിദ്ദിഖ്. ഓക്കെ, ഇപ്പം എന്താണെങ്കിലും സിദ്ദിഖിനെതിരെ കേസായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ കേസ് കൊടുത്ത ലേഡിയുടെ വീഡിയോ ബ്ലർ ചെയ്യാതെ വെക്കാൻ പറ്റില്ല, ആൻഡ് അവരുടെ പേര് പറയാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കേസായതാണല്ലോ. സോ ഞാനിവിടെ ഇത് എക്സ്ക്ലൂസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് എക്സ്ക്ലൂസീവ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ ഒരു കോണ്ടന്റ്. ഇതെന്താണെങ്കിലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോ. കാരണം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, ഈ സിദ്ദിഖിനെതിരെയുള്ള ആരോപണം വന്ന സമയത്ത് ഈ ലേഡി സിദ്ദിഖ് എങ്ങനെ ഈ ലേഡിയെ അപ്രോച്ച് ചെയ്തു എന്നുള്ള കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് സിദ്ദിഖ് ഈ ലേഡിയിലേക്ക് എത്തിയത് എന്നുള്ളത്. ആ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പോയോക്കാം. ഈ ജനറൽ സെക്രട്ടറിയായ ഇദ്ദേഹം അഡ്ജസ്റ്റ്മെന്റിന് എന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത്. പക്ഷെ ദ തിങ് ഇസ് ദാറ്റ് ഹി റേപ്ഡ് മീ. ഇദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്, സ്കൂൾ ടൈമിൽ നിൽക്കുന്ന +2 കഴിഞ്ഞ് ഉള്ളൊരു ലീവ് ഉണ്ടല്ലോ, ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത്. ഹായ് മോളെ. അന്നും ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ്. ഇദ്ദേഹം കോൺടാക്ട് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണെന്നാണ് ഞാൻ കരുതിയത്. പിന്നെ ലേറ്റർ ഓൺ ആണ് മനസ്സിലായത് ഓക്കെ അത് ഫേക്ക് അല്ല, അദ്ദേഹത്തിന്റെ അക്കൗണ്ട് തന്നെയാണ്. അതേ അക്കൗണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സിമിലർ അപ്രോച്ച് കാണിക്കുന്നത് എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് രേവതിയുടെ തന്നെ സഹപ്രവർത്തകരായ മറ്റു പല സ്ത്രീകൾക്കെതിരെയും ഇത്തരത്തിൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും എന്നുള്ളതാണോ? മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. അവര് പേഴ്സണലി അവർ എന്റെ അടുത്ത് ഷെയർ ചെയ്യാറുമുണ്ട്. ഇത് എനിക്ക് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ നിന്നുള്ളത് എവിഡന്റ് ആയിട്ട് എനിക്ക് തന്നെ അറിയാം. പല കാരണങ്ങളുണ്ട് അവർക്ക് പ്രതികരിക്കേണ്ട. ഈ പറഞ്ഞ പോലെ പ്രതികരിച്ചിട്ട് ജീവിതത്തിൽ കുറെ വർഷങ്ങളും കുറെ സെന്റർ ചെയ്ത് നിർത്തിയിട്ട് കംപ്ലീറ്റ്ലി അറ്റാക്ക് ചെയ്ത് എങ്ങനെ ഇരിക്കും? അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഞാൻ. ഓക്കെ, അപ്പൊ സിദ്ദിഖ് എന്ന് പറഞ്ഞ ആക്ടർ ഈ ലേഡിയിലേക്ക് എത്തുന്നത് FB വഴി മെസ്സേജ് അയച്ചിട്ടാണ്, ഫേസ്ബുക്ക് വഴി മെസ്സേജ് അയച്ചിട്ടാണ്. അപ്പൊ സിദ്ദിഖ് എന്ന് പറഞ്ഞ ഒരു ആക്ടറുടെ ഫേസ്ബുക്ക് പ്രൊഫൈല് നമ്മളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന അക്കൗണ്ട് ഇതാ ഞാൻ ഈ സൈഡിൽ വെച്ച ഈ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ട് ആയിരിക്കും. ഓക്കെ, ആക്ടർ സിദ്ദിഖിന്റെ ഈ ഒരു അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒഫീഷ്യൽ അക്കൗണ്ടാണ്. ഇതിനകത്ത് ബ്ലൂ ടിക്ക് ഉണ്ട്, 1.1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്, 84 പേര് ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. മൈ ഒഫീഷ്യൽ പേജ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മൾ വിസിബിളി കാണുന്ന സിദ്ദിഖിന്റെ അക്കൗണ്ട്. ഈ ലേഡി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു അക്കൗണ്ടിൽ നിന്നല്ല, അതായത് പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ ഫസ്റ്റ് ടൈം സിദ്ദിഖ് എന്ന് പറഞ്ഞൊരു പ്രൊഫൈലിൽ നിന്ന് മെസ്സേജ് വരുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാണും, ഈ ബ്ലൂടിക്കുള്ള ഒഫീഷ്യൽ അക്കൗണ്ട് നല്ലല്ലോ വന്നത്. ഇത് കുറച്ചു കാലം മുമ്പേ ആണെങ്കിൽ പോലും ഞാൻ പറയുന്നത് ഒരു ഒഫീഷ്യൽ അക്കൗണ്ട് എന്നല്ല, എപ്പോഴും ഒരു ഫേക്ക് ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു അക്കൗണ്ട്, പക്ഷേ അത് ഒറിജിനലാണ്, സിദ്ദിഖിൻ്റെ തന്നെയാണ്. ഞാനും ഇപ്പോൾ ഈ ലേഡി ഈ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, വേറെ പലർക്കും ഇതേ അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് പോയിട്ടുണ്ട്, അത് അവർ തുറന്ന് പറയാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്കും ഒരു സിമിലർ എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട്. 2 പേരോട് ഞാൻ സംസാരിച്ച സമയത്ത്, ഒന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്, ഒന്ന് എനിക്ക് ഡയറക്റ്റ് സംസാരിച്ച ഒരാളുണ്ട്. അപ്പോൾ ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് സിദ്ദിഖിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് വന്നത്. ആദ്യം ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വരുന്നു, അതിനുശേഷം ലേറ്റർ ഓൺ കുറച്ച് സംസാരിച്ച്, കുറച്ച് കാലം എടുക്കും, ലൈക്ക് കുറച്ച് ടൈം എടുത്ത് സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ വാട്സാപ്പ് നമ്പർ തരും, പിന്നെ വാട്സാപ്പിൽ സംസാരിക്കും. ഓക്കെ, അതാണ് ഒരു മോഡസ് ഓഫ് ബ്രാൻഡി എന്ന് പറയുന്നത് ഇതിൽ. ആൻഡ് സിദ്ദിഖിൻ്റെ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. സിദ്ദിഖ് ഇക്ക, ആൻ ഓർഡിനറി ആക്ടർ ആൻഡ് എ വെരി ഓർഡിനറി പേഴ്സൺ. അതിൽ 5080 പേര് ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്, സിദ്ദിഖ് ഇക്ക എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട്. ഓക്കെ, ഈ ഒരു അക്കൗണ്ടിനെ കുറിച്ചായിരിക്കണം ഈ ഒരു ലേഡി പറയുന്നത്. അതായത് പ്രത്യക്ഷത്തിൽ ഫേക്ക് ആണെന്ന് തോന്നി, ബട്ട് അല്ല, അത് അയാളുടെ ഒറിജിനൽ അക്കൗണ്ടാണ്. സിദ്ദിഖ് എന്ന് പറഞ്ഞ വ്യക്തി ഫേസ്ബുക്കിലൂടെ പലരുമായിട്ട് കണക്ട് ചെയ്യുന്നത് അയാളുടെ വേരിഫൈഡ് അക്കൗണ്ട് എന്നല്ല, സിദ്ദിഖ് ഇക്ക എന്ന് പറഞ്ഞ ഈ ഒരു അക്കൗണ്ട് നിന്നാണ് എന്നാണ്. അതാണ് പ്രോബബിലിറ്റി ഞാൻ പറയുന്നത്, ഇതായിരിക്കും ആ ഒരു അക്കൗണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിദ്ദിഖിൻ്റെ ഡിജിറ്റൽ മീഡിയാസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീമിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് അറിയുമോ എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചു അവർക്ക്. അപ്പോൾ അവർ പറഞ്ഞു വെരിഫൈഡ് പേജസ് എല്ലാം എൻ്റെ ടീമാണ് മാനേജ് ചെയ്യുന്നത്, ആൻഡ് ഇൻസ്റ്റാഗ്രാം പുള്ളിക്ക് ആക്സസ് ഉണ്ട്, ദിസ് ഈസ് പേഴ്സണലി യൂസ്ഡ് ബൈ ഹിം.
അപ്പോൾ സിദ്ദിഖ് ഇക്ക എന്ന് പറഞ്ഞ ഈ ഒരു അക്കൗണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് സിദ്ദിഖാണ്. അത് പേഴ്സണലി അവർ യൂസ് ചെയ്യുന്നതാണ്, അതുമായിട്ട് ബാക്കി ആർക്കും ഒരു ബന്ധം അല്ല. പേഴ്സണലി സിദ്ദിഖ് തന്നെ യൂസ് ചെയ്യുന്ന അക്കൗണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യം കിട്ടി. സിദ്ദിഖ് ഇക്ക എന്ന് പറഞ്ഞ അക്കൗണ്ട് പേഴ്സണലി യൂസ് ചെയ്യുന്നത് സിദ്ദിഖ് തന്നെയാണ്. ഓക്കെ, ഇനി ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ടുകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. അതിന് മുമ്പ് ഞാൻ 1-2 വീഡിയോയും കൂടി ഞാനിവിടെ പ്ലേ ചെയ്യാം. ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ വെറും ഒരു സംസാരം മാത്രമല്ല, വിത്ത് ഫുൾ എവിഡൻസ്, സ്ക്രീൻഷോട്ട്സ് അദ്ദേഹം അയച്ച, എനിക്ക് അയച്ച സെയിം അക്കൗണ്ട് തന്നെയാണ് എത്രയോ ആളുകൾക്ക് മെസ്സേജ് പോയിരിക്കുന്നത്, സിമിലർ അക്കൗണ്ട് ഒരു സമയത്ത്. പിന്നെ പല രീതിയിൽ അയാൾ അപ്രോച്ച് ചെയ്തിരിക്കുന്ന പല മെസ്സേജസും കാര്യങ്ങളും എല്ലാം, ഈവൻ ഓഡിയോസ് ആണെങ്കിലും എല്ലാം ഇതൊക്കെ കാണിച്ചാണ് അവർ, വിത്ത് എവിഡൻസ് ആണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പേഴ്സണലി അവർ തന്നെ നമുക്കൊരു പേഴ്സണൽ, നമ്മളൊരു വിശ്വാസത്തിന്റെ പുറത്ത് പറയുന്ന കാര്യങ്ങൾ എല്ലാവരും പുറത്ത് വരണമെന്നുണ്ട്. പക്ഷേ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ് അത് പുറത്ത് വരാന്നുള്ളത്. എനിക്ക് പേഴ്സണലി ഒന്നും അതിനകത്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. വന്നാൽ ആഗ്രഹം, വന്നാൽ വളരെ സന്തോഷം, എല്ലാവരും ഒരുമിച്ച് വരികയാണെങ്കിൽ വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ ഈ ലേഡിയോട് ഒരുപാട് പേര് സിദ്ദിഖിൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് ഫോട്ടോ, വീഡിയോ, വോയിസ് ഒക്കെ വന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇവൻ എന്നോട് പറഞ്ഞ സമയത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വോയിസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് വെരിഫൈ ചെയ്യണമല്ലോ, കൺഫേം ആക്കണം. അപ്പോൾ ആരും ചോദിക്കരുത് സിദ്ദിഖ് സാറ് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ വോയിസ് വരും. അടുത്തത് ചിലപ്പോൾ ഒരു ഫോട്ടോ ആയിരിക്കും. ബ്ലറായി പോയോ? ഫൈൻ, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഓക്കെ ഫൈൻ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ഈ സ്ക്രീൻഷോട്ട് ഒരു ഞാനത് ബ്ലർഡാക്കി വെക്കുകയാണ്. ഞാൻ ഈ ബ്ലർഡാക്കി വെക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, സെയിം പാറ്റേൺ ആണ്. സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്, സെയിം പാറ്റേൺ ആണ്. സിദ്ദിഖ് ഇക്ക എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ തന്നെയാണ് മെസ്സേജസ് പോകുന്നത്. സെയിം പാറ്റേൺ ഇൻ ദ സെൻസ്, മോളെ, കുട്ടി, ഏതിലൊക്കെ ഞാനിപ്പോൾ ഈ ലൊക്കേഷനിലുണ്ട്. അപ്പോൾ പറയും ഓക്കെ, എന്നാൽ ഈ ലൊക്കേഷനിലേക്ക് വരാൻ പറ്റുമോ, ബർത്ത്ഡേ ആണോ, സാരി ഉടുത്ത് കാണാൻ പറ്റുമോ, ഫ്രോക്ക് ഇട്ട് കാണാൻ പറ്റുമോ, ലൈക്ക് കൈൻഡ് ഓഫ് അങ്ങനത്തെ മെസ്സേജുകളാണ്. സിമിലർ പാറ്റേൺ ആണ്. അതായത് ഒരു വ്യക്തി എല്ലാവരോടും ഈ ഒരു അക്കൗണ്ട് വഴി സംസാരിക്കുന്നത് സിമിലർ പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെ ആയിരിക്കണം ഈ ഒരു ലേഡിക്കും മെസ്സേജ് പോയത് ആൻഡ് ഇവരുടെ ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് പോയിട്ടുള്ളത്. ഫൈൻ, അത് ഈ അക്കൗണ്ട് നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം. ഈ സിദ്ദിഖ് ഇക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ എടുത്ത് നോക്കിയാൽ, ഇപ്പം എന്താണെങ്കിലും ഈ ഒരു അക്കൗണ്ട് ആയിരിക്കണം, ഇതായിരിക്കണം ആ ഒരു പേഴ്സണൽ അക്കൗണ്ട്, ഈ ലേഡി പറയുന്ന ഒരു പേഴ്സണൽ അക്കൗണ്ട്. ആൻഡ് ഇതിൻ്റെ തുടക്കം തന്നെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ August 15 ഞാൻ പറഞ്ഞൊരു മൂവിയുടെ റിവ്യൂ ഒക്കെ എടുത്ത് അങ്ങേര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ റീലായിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റീൽസിൽ ചിലപ്പോൾ എൻ്റെ മുഖം നിങ്ങൾ കാണുമായിരിക്കും. ഓക്കെ ഫൈൻ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്താണെങ്കിലും സിദ്ദിഖ് ഇക്ക എന്ന് പറഞ്ഞ ഈ ഒരു അക്കൗണ്ടിൽ നിന്നായിരിക്കണം മോസ്റ്റ് പ്രോബബ്ലി. അപ്പോൾ ഇതിനെ അന്വേഷിക്കുന്ന ടീം ഈ സിദ്ദിഖ് ഇക്ക എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് അന്വേഷിച്ചാൽ നിങ്ങളൊന്ന് ടോപ്പ് ടു ബോട്ടം സെർച്ച് ചെയ്താൽ മതി. അതിൻ്റെ മെസ്സേജസ് എടുത്ത് നോക്കിയാൽ തന്നെ, അതിൻ്റെ മെസ്സഞ്ചർ മെസ്സേജസ് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇദ്ദേഹം ആരൊക്കെയായിട്ട് കണക്ട് ചെയ്തു എന്നുള്ളതൊക്കെ കിട്ടും. ആൻഡ് ഈ പറഞ്ഞ ലേഡി, ഓക്കെ, സിദ്ദിഖിനെതിരെ കേസ് കൊടുത്ത ലേഡി, അവരുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവരുടെ പ്രീവിയസ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ വീഡിയോസും കുറേ പേര് പറയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 2016 നടന്ന കേസാണത്, 2016. ഓക്കെ, ഞാൻ ആ കേസ് ഡീറ്റെയിൽസ് ഏഷ്യാനെറ്റിൽ പറയുന്നുണ്ട്, ഞാൻ അതും കൂടി ഒന്നും ഇവിടെ വെക്കാട്ടാ. ഇന്ന് പുലർച്ചയോട് കൂടിയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഈ FIR രജിസ്റ്റർ ചെയ്തത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് DGPക്ക് ഈ ആരോപണം ഉന്നയിച്ച നടി ഇമെയിൽ മുഖാന്തരം പരാതി നൽകിയത്. ആ പരാതി പിന്നീട് SIT കൈമാറുകയായിരുന്നു. ഈ SITയിലുള്ള DIG അജിത ബീഹമായിരിക്കും ഈ കേസ് അന്വേഷണം നടത്തുക. അജിത ബീഹത്തിന് ഈ പരാതി കൈമാറുകയും അത് ആ സംഭവം നടന്നിട്ടുള്ളത് മാസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ്. 2016 ഈ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അതിനനുസരിച്ചാണ് ആ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസ് വീണ്ടും SITക്ക് കൈമാറും. അനൂപ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഈ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പാണ് പീഡനത്തിന് ഇരയായതെന്ന മൊഴികൾ നേരത്തെ പുറത്തു വന്നിരുന്നു, ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഇട്ടിരിക്കുന്ന സെക്ഷൻ പ്രകാരം ഈ ഭീഷണിപ്പെടുത്തിയതിനും ബലാത്സംഗം ഭീഷണിപ്പെടുത്തി IPC പ്രകാരമാണ്. കാരണം 2016 നടന്ന സംഭവമായതുകൊണ്ട് അന്ന് ആ നാട്ടിലുണ്ടായിരുന്ന നിയമപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷേ ഈ പോക്സോ ചുമത്താത്ത കാരണം ഈ പറയുന്ന പരാതിയിൽ ആ പറയുന്ന കാലഘട്ടവും ആ പ്രായപരിധിയും പറയാത്തത് കൊണ്ടാകാം പോലീസ് പോക്സോ ചുമത്താത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. കാരണം ആ പരാതിയിൽ അത്തരത്തിൽ പ്രായപൂർത്തി ആകുന്നതിന് മുമ്പാണ് ഈ പീഡനത്തിന് ഇരയായെന്ന കാര്യം പറയുന്നില്ല. അതുകൊണ്ടാണ് ഈ പോക്സോ ചുമത്താതെ പോയത്. ഈ പറയുന്ന പീഡന വിവരവും പുറത്തു പറഞ്ഞാലുള്ള ഭീഷണിപ്പെടുത്തലും തടഞ്ഞു വെക്കലും ഒക്കെയാണ് നടന്നിരിക്കുന്നത്. അത് പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത്.
ഓക്കെ, അപ്പോൾ 2016 മസ്കറ്റ് ഹോട്ടൽ എന്ന് പറയുമ്പോൾ 2016 CCTV ക്യാമറയൊക്കെ ഉണ്ട്. പക്ഷെ ആ CCTV ക്യാമറയിലുള്ള ഫുട്ടേജസ് ഇത്രയും കാലം നിൽക്കും എന്നുള്ളതൊന്നും നമുക്കറിയാൻ പാടില്ല. ചിലപ്പോൾ നിൽക്കാനുള്ള ചാൻസസ് ഒന്നും കാണുന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഹോട്ടലാകുമ്പോൾ അതിനകത്തൊരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുമല്ലോ. ആ ലേഡി എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഒരു രജിസ്റ്ററിൻ്റെ അകത്ത് എഴുതി ഒപ്പിട്ടതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള സാധനം കിട്ടും. കാരണം ഇതിൽ കുറേ മെറ്റീരിയൽ എവിഡൻസ് വേണം. അപ്പോൾ ആ ലേഡിയുടെ കയ്യിൽ എന്താണെങ്കിലും ഡെഫിനറ്റ്ലി ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് വന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യവും കാണും. പിന്നെ അവർ കണക്ട് ചെയ്ത വാട്സാപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് ആ ലേഡിയുടെ കയ്യിൽ കാണും. ഓക്കെ, അത് ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പോൾ ബാക്കി കേസുകളെപ്പോലെ എന്താ പറയുക, കോടതിയിൽ നിൽക്കാത്തൊരു കേസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കേസായി ഇത് മാറില്ല. ഇത് കുറച്ചും കൂടി സീരിയസ് ഫേസിലേക്ക് ഈ കേസ് പോകുന്നുള്ള കാര്യം എന്താണെങ്കിലും ഉറപ്പാണ്. ആൻഡ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2016 ആവുമ്പോൾ അത്ര റീസെൻറ്റ് ടൈമാണെന്ന് പറയാൻ പറ്റില്ല, 8 കൊല്ലമായിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ പോലീസുകാർക്ക് അത്യാവശ്യം ഇറങ്ങിപ്പിടിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആൻഡ് വെരി സീരിയസ് അലിഗേഷൻ ആയതുകൊണ്ട് അവർക്കിതിൽ കണ്ടുപിടിക്കാൻ പറ്റും പെട്ടെന്ന്. മറ്റേ ബാക്കിയുള്ളവരുടെ നേരെ വന്ന കേസുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണ് വന്ന് പറഞ്ഞു, ആ പെണ്ണ് വന്ന് പറഞ്ഞത് തന്നെയാണ് ഫൈനൽ. ഇതിനപ്പുറം വേറെ തെളിവുകളൊന്നും ഇല്ല എന്നുള്ള സ്റ്റേജിലല്ല ഇത്. ഇതിനകത്ത് കൃത്യമായ മെറ്റീരിയൽസ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ സിദ്ദിഖ് ഇക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് പേജ് അതിൻ്റെ മെസ്സഞ്ചറും കാര്യങ്ങളൊക്കെ ഈ എന്താ പറയുക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് കൂടുതൽ ആളുകളിലേക്ക് പോയ മെസ്സേജും കാര്യങ്ങളും ആ ഒരു പാറ്റേണും സംഗതിയൊക്കെ ഇവർക്ക് കണക്ട് ചെയ്ത് പിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഓക്കെ, ആൻഡ് ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ പലരും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓക്കെ, ഈ ഒരു ആരോപണം ഉന്നയിച്ച ലേഡിയുടെ പ്രീവിയസ് അവർക്കെതിരെ വന്ന കേസും അല്ലെങ്കിൽ അവർ റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ പാസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ക്രെഡിബിലിറ്റി എന്തെന്ന് ചോദിക്കുമ്പോൾ അവരനുഭവിച്ച പ്രശ്നങ്ങൾ അവർ ക്ലിയർ ആയിട്ട് തുറന്ന് പറയുന്നുണ്ട്. ചുമ്മാ ഒന്ന് ആരെങ്കിലും പറയൂ ഞാൻ ഇങ്ങനെ അനുഭവിച്ചു, ഇനി ഇതൊക്കെ ചെയ്തു എന്നുള്ളത് ആരെങ്കിലും പറയൂ? ഇല്ല. ഇത് പിന്നെ അന്വേഷിക്കാനും നില തിയേറ്ററിൻ്റെ കാര്യം പറയുന്നുണ്ട്. അവിടെ അന്നൊരു സിനിമ പ്രിവ്യൂ നടന്നു എന്ന് പറയുന്നുണ്ട്. ആ ഡേറ്റ് നോക്കാം. ഓക്കെ, അന്ന് ആ ഡേറ്റിന് അവിടെ നിന്ന് നടന്നിട്ടുണ്ടോ? ഈ നില തിയേറ്ററിൽ നടന്ന ഈ ഒരു പ്രിവ്യൂവിൻ്റെ ഭാഗമായിട്ട് മസ്കറ്റ് ഹോട്ടലിലാണ് തോന്നുന്നു അന്നേ ദിവസം കുറേ പത്രമാധ്യമങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ എടുക്കാൻ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് ഈ ലേഡി പറയുന്നുണ്ട്. അവിടെയുള്ള എല്ലാവർക്കും എല്ലാം അറിയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് ഇടയിൽ ഈവൻ ഫുഡ് വരെ ഇയാൾക്കകത്ത് കൊണ്ടുവരാൻ ആൾക്കാരുണ്ടായിരുന്നു. സോ അവർക്കൊന്നും അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ഡിസ്കഷൻ ആദ്യത്തെ കുറച്ച് പ്രൈമറി പിന്നെ മിനിറ്റ്സിൽ പുള്ളി എന്നാണ് അതിൻ്റെ ഫാക്ടേഴ്സ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്തത്. ഇതൊക്കെയാണ്, അതായത് നിനക്ക് നല്ല താല്പര്യമുണ്ടല്ലേ, പാടുമല്ലേ, പാട്ട് പാട്, എന്നെ കൊണ്ട് പാടിപ്പിച്ചു. അപ്പം നമുക്ക് ഒരിടത്തൊരു സംശയം തോന്നിപ്പിക്കാത്ത രീതിയിലായിരുന്നു. ആൻഡ് ഓൾ ഓഫ് എ സഡനാണ് ഈ കോൺവെർസേഷൻ നേരെ ഡയറക്റ്റ് ചെയ്ത് സെക്ഷൽ രീതിയിലേക്ക് പോകുന്നതും വൃത്തികേടിൽ പോകുന്നതും. അറ്റാക്ക് ആണെന്നുള്ളൊരു സ്മെല്ല് കിട്ടി തുടങ്ങിയപ്പോൾ തന്നെ വാതിൽ ലോക്ക്ഡാണ് കംപ്ലീറ്റ് ആയിട്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഫുള്ള് ഗ്ലാസ്സസ്. എൻ്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ഒരു ഗ്ലാസ് ഉണ്ട്, വലിയൊരു ഗ്ലാസ് വിൻഡോ പോലെ. അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന വിഷൻ എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂളും പിന്നെ റോഡും ഇതൊക്കെയാണ്. ഈ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഈ ഇമേജ് എന്ന് പറയുന്നത് ഞാനിത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എല്ലാ ദിവസവും എനിക്ക് ഇമേജ് ഉണ്ട്. ബിക്കോസ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് അവിടെ നിന്ന് പോകാൻ പറ്റില്ല. എനിക്ക് ചിലപ്പോൾ എനിക്ക് എൻ്റെ പാരൻസിനെ പോലും കാണാൻ പറ്റില്ല. ബിക്കോസ് ഇയാൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ്. സോ ഇയാൾ എന്നെ ട്രാപ്പ് ചെയ്ത് അയാൾ എന്നെ കുറേ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു വിത്തൗട്ട് മൈ കൺസെൻറ്റ്. അല്ലെങ്കിൽ അപ്പോഴൊക്കെ നമുക്ക് ബ്രെയിനിൽ ഈ വിഷയങ്ങളൊക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് വരാൻ തന്നെ കുറച്ച് സമയമെടുക്കും. എന്താണ് നടക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനത്തെ കുറേ വിഷയങ്ങളാണ്. അപ്പം പ്രോസസ്സ് ചെയ്യുന്നില്ല. ബ്രെയിൻ എല്ലാം എന്തോ എല്ലാം നമ്പാണ്, വേൾഡ് നമ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിനിടയിൽ ഇയാൾ ഈവൻ ലോക്ക് ചെയ്തിട്ടിട്ട് പോലും ഇയാൾ പ്രസ് മീറ്റ് കൊടുക്കാൻ പോയിട്ടുണ്ട്. പ്രസ് മീറ്റ് ഇൻ ദ സെൻസ് അന്ന് കുറച്ച് ചാനലുകൾ അവിടെ ഉണ്ടായിരുന്നു പ്രിവ്യൂവിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. സോ ഇറ്റ് വാസ് ലൈക്ക് നീ ഇവിടെ കിടക്ക്, ഐ കം. ഈ സെൻറ്റൻസൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ഇറങ്ങിപ്പോകാൻ ട്രൈ ചെയ്തിട്ടും എനിക്ക് പറ്റുന്നില്ല. സോ ഇയാൾ അവിടെ പോയിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് വന്നത്. ആ സമയത്ത് ഞാൻ കുറേ എനിക്ക് ഫോണിൽ വിളിക്കുക ഇതൊക്കെ. പക്ഷേ അവിടെ അങ്ങനത്തെ ഒരു അക്സസിബിലിറ്റി ഇല്ല, ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പം അതിനുശേഷം വന്നിട്ടാണ് പുള്ളി ഉപദ്രവിച്ചതും ലൈക്ക് ഇൻസേർട്ട് ചെയ്യാൻ നീ സമ്മതിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ എന്നെ. അയാളെന്നെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. അയാൾ എൻ്റെ ഫ്രണ്ടിൽ മാസ്റ്റർബേറ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ കുറേ
കുറേ എന്താണ് ഭീഷണികൾ, നീ എവിടെ പോയി പറഞ്ഞിട്ടും കാര്യമില്ല, നീ ഒന്നും സിനിമയിൽ കയറാൻ പോകുന്നില്ല എന്നുള്ളത് പുള്ളി അടിവരയിട്ട് പറഞ്ഞ വിഷയമാണ്. ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇവർ കുറേ കാര്യങ്ങൾ മീഡിയാസിന് മുന്നിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മൊഴി കൊടുക്കുമ്പോഴും കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത് സോറി ഇത് മൊഴി കൊടുക്കുമ്പോഴും കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത് ഇവർ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഇനി ബാക്കി കാര്യങ്ങൾ എന്തുവാടെ ഇത് എവിടെ നിന്ന് കയറി വരുന്നവിടെ ഈ ഹിന്ദിക്കാരനൊക്കെ ഫൈൻ, ഫോൺ എടുത്ത് ഓണാക്കിയ സമയത്ത് വന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും മൊഴി കൊടുക്കുമ്പോഴും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഇവരിനി ഈ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോലീസ് അന്വേഷിച്ച്, അതായത് ഞാൻ പറഞ്ഞല്ലോ കുറേ ആരോപണങ്ങൾ വരുന്നുണ്ട്. കുറേ ആരോപണങ്ങൾ വരുന്ന സമയത്ത് ഇതിൽ റൈറ്റായിട്ടുള്ള ആരോപണം എന്താ, അല്ലെങ്കിൽ ഇതിൽ തെറ്റായിട്ടുള്ള ആരോപണം എന്താ, ഇതിനിടയിൽ കൂടി വന്നിട്ട് ആരെങ്കിലും കളിക്കാൻ നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ബാക്കിൽ ഇനി ആരെങ്കിലും ഉണ്ടോ, അങ്ങനെ കുറേ സംശയം പബ്ലിക്കിൽ എനിക്കും അടക്കം എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ചിലർ വന്ന് പറയുന്നു AMMA സംഘടനയെ തകർക്കാനാണ്, ചിലർ വന്ന് പറയുന്നു പാർട്ടിപരമായിട്ട് പൊളിറ്റിക്സ് കളിക്കുകയാണ്, ചിലർ പറയുന്നു ഇത് മീഡിയാസിൻ്റെ പ്രശ്നമാണ്. അതും ഇനി ഓർഗാനിക്കായിട്ട് വന്ന ആളുകൾ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ബലത്തിൽ, അല്ലെങ്കിൽ സർക്കാർ ഒപ്പമുണ്ട്, പോലീസ് ഒപ്പമുണ്ട് എന്നുള്ള ബലത്തിൽ, അതിൻ്റെ തിരിച്ചറിവിൽ ഓടി വന്ന് ഞങ്ങൾക്ക് സംഭവിച്ചത് ഇതൊക്കെയാണ് എന്നുള്ളത് തുറന്ന് പറയുന്ന ആളുകളാണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഇതിൽ കുറേ എവിഡൻസ് കിട്ടും. സിദ്ദിഖിൻ്റെ ഈ കേസിൽ ഇഷ്ടം പോലെ എവിഡൻസ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ എന്താണെന്നുണ്ടെങ്കിൽ ഈ കേസ് ചുമ്മാ പോകില്ല. സിദ്ദിഖിൻ്റെ കേസ് ചുമ്മാ പോകാൻ ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് പേജ് ഞാനിവിടെ എടുത്ത് പറയാൻ കാരണം, ആക്ച്വലി ഈ ഒരു പേജിൽ നിന്ന് കുറേ ആളുകൾക്ക് മെസ്സേജ് പോയതായിട്ട് അറിയാൻ കഴിഞ്ഞതുകൊണ്ടും എനിക്ക് ആ പേജ് ഞാൻ ബ്ലറാക്കി വെക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിവീൽ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ്. മനസ്സിലായോ? അതിൻ്റെ ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ മതിയല്ലോ. പിന്നെ അന്വേഷിക്കുന്നവർ ഇത് പ്രോപ്പറായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം എന്താണെങ്കിലും ഇതിൻ്റെയൊക്കെ തെളിവുകൾ ഇത്രയും വർഷമാണെന്നുണ്ടെങ്കിൽ എവിടെയും പോകുന്നില്ല. എന്താണെങ്കിലും ആ തെളിവുകളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കിടക്കും. അപ്പോൾ ആ തെളിവുകളും കാര്യങ്ങളും കിടക്കുന്നതുകൊണ്ട് എന്താണെങ്കിലും ഈസി ആയിട്ട് പോലീസുകാർക്ക് ഈ കേസിൽ, സിദ്ദിഖിൻ്റെ കേസിൽ എന്താണെന്നുണ്ടെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആൻഡ് വൺ മോർ തിങ്, ഇത് ഞാൻ പറയാൻ മറന്നുപോയി. അതായത് സിദ്ദിഖ് തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്ക് അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടൊരു ലൈവ് വന്നിട്ട് സിദ്ദിഖിൻ്റെ പേരിൽ വേറെ ആരും ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതാരും നോക്കി പിടിച്ച് കൊണ്ടുവരണ്ട, സിദ്ദിഖ് തന്നെ പറയുന്നുണ്ട് ആ അക്കൗണ്ടിൻ്റെ പേരെന്താണെന്നുള്ളത്. കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, സിദ്ദിഖ് കൊല്ലിയിൽ മാമദു എന്ന പേരിൽ ആരോ ഒരു ഫേക്ക് ID ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനാണെന്ന് നിങ്ങളെ വിശ്വസിപ്പിച്ച് നിങ്ങളുമായി ചാറ്റ് ചെയ്യുകയും നിങ്ങളെ ചീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് ഞാനല്ല. ദയവ് ചെയ്ത് അയാൾ അയക്കുന്ന മെസ്സേജിന് മറുപടി അയക്കുകയോ അയാൾ അയക്കുന്ന ഫോട്ടോസ് ഷെയർ ചെയ്യുകയോ ചെയ്യരുത്. അത് ഞാനല്ല, എൻ്റെ പേരിൽ മറ്റാരോ ചെയ്യുന്നതാണ്. ആ ചതി നിങ്ങൾ മനസ്സിലാക്കണം. അയാളുമായി ആരും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകരുത്. നിങ്ങൾ അയാളെ ബ്ലോക്ക് ചെയ്യുകയും വേണം. ഇതെൻ്റെ ഹംബിൾ റിക്വസ്റ്റാണ്. താങ്ക് യു. സിദ്ദിഖ് തന്നെ പറഞ്ഞല്ലോ, അത് വേറൊരു ഫേസ്ബുക്ക് ID ആണ്. ഈ സിദ്ദിഖ് ഇക്ക എന്ന് പറഞ്ഞുള്ള ഫേസ്ബുക്ക് ID അല്ല. ചിലർ പറയും എടേ അത് ഫേക്കാണെന്ന് സിദ്ദിഖ് ആദ്യം പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു വരും. ഇത് വേറെ സിദ്ദിഖ് കുലിയിൽ മുഹമ്മദ് എന്നൊക്കെ പേരിലൊരു അക്കൗണ്ട് ഒരാൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടാണ് പഴയ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഫൈൻ.